നമസ്കാരം സുഹൃത്തുക്കളെ. അന്നേരം ഞാനും അളിയനുള്ള ദുബായ് സഫാരി പാർക്കിലുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അന്നേരം നമ്മൾ ട്രെയിനകത്ത് കയറി. ട്രെയിനാണ് നമ്മൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കറക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടല്ലേ യാത്രയൊക്കെ? അങ്ങനെ നമ്മൾ ആദ്യത്തെ വ്യൂ ആയിട്ടുള്ള ചിമ്പാൻസി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരനെ സുഖമായിട്ട് കിടന്ന് നല്ല അറക്കപ്പൊടി കിടന്ന് ഉറങ്ങുകയാണ്. ഉറക്കത്തിലായതുകൊണ്ട് നമ്മൾ പിന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ നോക്കിയില്ല, അല്ലേ അളിയ? അതായത് വയലിൽ ഡക്ക് കണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇതാണ് വയലിൽ ഡക്കുകൾ ഇവിടെ നിന്ന് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തോ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇല്ല, കടൽക്കാക്ക എന്നൊക്കെ പറയുന്ന സംഭവമാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിക്കുന്ന ഒരുതരം മരമാണിത്. ചൂടുകാലങ്ങളിൽ ഇത് മരം വെള്ളത്തിന് ഇഷ്ടംപോലെ സംരക്ഷിച്ചു വെക്കും. ഇതിനകത്ത് മനുഷ്യന്മാരെ കുടിക്കാനൊക്കെ വെള്ളം ആശ്രയിക്കുന്ന ഒരു മരവും കൂടിയാണിത്. അതിൻ്റെ അളിയനെ കണ്ട് താറാവ് ഓടുകയാണ്. അപൂർവങ്ങളായിട്ടുള്ള അത് എത്തിപ്പെട്ട താറാവാണ് അളിയെ പറയുന്നത്. ഏതാളിയാ ഈ താറാവ്? എന്തോ അളിയ താറാവിന്റെ പേര്? കിളികൾക്ക് തേച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അമ്മമാരാണൊക്കെ വന്ന് അവിടെ ഇവിടെ എല്ലാം കിട്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് പലതരം കിളികളെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്തകൾ തന്നെ പല വെറൈറ്റി. താഴെ മുകളിലാണെങ്കിൽ വേറെ എന്തോ ഒരു പക്ഷി. പിന്നെ താഴെയാണെങ്കിൽ ഈ കോഴി ഇനത്തിൽപ്പെട്ടിട്ടുള്ള താറാവ്, അല്ലാത്ത ഗിനിക്കോഴി സൈസുള്ള സംഭവങ്ങൾ, അങ്ങനത്തുള്ള ഒരുപാട് വെറൈറ്റി പക്ഷികളെയാണ് നമ്മൾ കാണാനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്ടോ, പക്ഷെ ഈ കണ്ടു കഴിഞ്ഞാൽ സൈസ് കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല ഇത്രയും വലിയ തീറ്റിക്കാരനാണ്. അവൻ്റെ ശരീരത്തിന് പറ്റാത്ത ആപ്പിള് വെട്ടി മിഴുങ്ങുകയാണ് സുഹൃത്തുക്കളെ, വെട്ടി മിഴുകുകയാണ്. അടുത്തതായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെയാണ്. ഈ മയിലിനെ കണ്ടിട്ടില്ലാത്തവർക്ക് വളരെ നമുക്കുള്ള ചാനലിന് വേണ്ടിയിട്ട് മയിലിൻ്റെ പീല് വിടർത്തി ആടുകയാണ് സുഹൃത്തുക്കളെ. ഈ പീല് വിടർത്തി ആടുകയാണ്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് പീല് വിടർത്തി തന്ന മയിലിനും കുടുംബാംഗങ്ങൾക്കും നമ്മളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ശരിക്കും നല്ല ചൂടത്താണ്, ഉച്ചയ്ക്കാണ് നമ്മൾ വന്നതെങ്കിൽ പോലും ഇവിടെ എല്ലാം ഈ സൈഡിലായിട്ട് ഈ മിസ്റ്റ് ഫാനുകൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. അത്യാവശ്യം തണുത്ത കാറ്റുകൾ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിപ്പം ആഫ്രിക്കൻ ആനകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ ആനകളുടെ കണക്ക് തന്നെ ഇവിടുത്തെ ആനകൾക്കും വിയർപ്പ് ഗ്രന്ഥികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പെരും ചൂടത്ത് അവ ഈ ചെളിയെല്ലാം വാരി ദേഹത്തോട്ട് പൂശിയിട്ടാണ് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശിവരാജുവിനേക്കാളും വലിയ ചെവിയാണ് നമ്മളെ ആഫ്രിക്കൻ ആനകൾക്കെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത്. വളരെ ഭയങ്കര ചെവിയാണ് ഇതിനുള്ളത്. അങ്ങനെ വലുപ്പത്തിലും ഇന്ത്യൻ ആനയേക്കാളും ഒരുപാട് വലുതാണ് ഈ ആഫ്രിക്കൻ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ ഷേപ്പുകളൊക്കെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ യുവതി ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിൽ ആനയല്ലാതെ ഒരു ആഫ്രിക്കൻ ആനയെ കാണുന്നത്. അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗവും കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനകൾക്കിടയിലെ സ്നേഹം മനുഷ്യന്മാരുടെ ഇടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നിലനിൽക്കുന്നു എന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എടപ്പാളയം വാച്ച് ടവറിനകത്ത് നമ്മളെ കാട്ടുപന്നികളെ പലതിനെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആഫ്രിക്കൻ കാട്ടുപന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിൻ്റെ വ്യത്യസ്തമാണ്. അതിൻ്റെ തേറ്റ കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ പവർഫുള്ളുമാണ്. അന്നേരം ഒരു ആഫ്രിക്കൻ കാട്ടുപന്നി അതിൻ്റെ കുട്ടിയെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിലെങ്ങും കണ്ടിട്ടില്ലാത്ത സൈസ് ഒരു കുരങ്ങനാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന ഒരുതരം കുരങ്ങനാണ്. നമുക്കൊന്നും മുഖം പോലും തരാതെ അവിടെ നിന്ന് എന്തൊക്കെയോ അടിച്ചു കയറ്റുകയാണ് കുരങ്ങൻ. അപ്പുറത്തായിട്ട് വേറൊരു കുരങ്ങനോടും ഉണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ വില്ലേജിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി അടുത്ത ട്രെയിൻ കാത്ത് എക്സിറ്റ് ആവാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ സവാരിയിലോട്ട് കയറിയിരിക്കുകയാണ്. ശരിക്കും ഇവിടെ 2 പേർക്ക് 105 ദിർഹംസ് ആണ് ആയിട്ടുള്ളത്. നമ്മൾ സവാരിയിൽ വൈഡ് എലമെന്റ്സിന്റെ അതിമാരകമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. റൈനല്ലേ ഹിപ്പോയെ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹിപ്പോ കിടക്കുവാണ് നമ്മളെ വണ്ടി. So you have total 3 hippos there. Can you see the 3 hippos together? ഏകദേശം There is 3. 3 ഹിപ്പോളാണ് അവിടെ കിടക്കുന്നത്. Inside. Can you see them? അതായത് സുഹൃത്തുക്കളെ, നമ്മളിനി അടുത്ത അനിമലിനെ കാണാൻ പോവുകയാണ്. On the left side, can you see the Egyptian goose on the left? ഇതാണ്. There are 2 corn babies that are Turkish Egyptian goose. ഇവിടെ ചെറിയ താറാക്കളുണ്ട്. Right. Can you see the pelicans there on the left? There is 2 pelicans there. ഇവിടെ പെലിക്കൻസ് എന്ന് പറഞ്ഞ The best friend of the fishermen. When you go in the sea, these birds will guide you where the fishes are.
കടലിൽ പോകുമ്പോഴത്തേക്ക് ഈ പക്ഷികളെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്നാണ് ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത തവണ നമ്മൾ കടലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ റിപ്പോർട്ട്. And on the left side, can you see there's a bird having a yellow beak, the pointed ones? These are called yellow bill stork. Yellow bill stork. And can you see there's a group of antelopes training together? സീബ്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീബ്രയ്ക്ക് ഒരു കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു സിംഹത്തിനെ വരെ കൊല്ലാനും വേണ്ടി കഴിവുള്ളതാണ് സീബ്രയുടെ കിക്ക് എന്നാണ് So these are the കൊണ്ടുപോകുന്നത്. grey crown cranes. When they cross up, they will fight with other animals here also. ബബൂൺസിനെ കണ്ടോ, ഇഷ്ടം പോലെ ബബൂൺസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോളിയാ, ഇതാണ് ബബൂൺസ് എന്ന് പറയുന്നത്. കുരങ്ങന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ബബൂൺസ്. So on the right side, can you see the leader there? His name is Pogi. പോകി എന്നാണ് ഈ കുരങ്ങന്റെ പേര്. ഈ കുരങ്ങനാണ് ശരിക്കും ഈ ബബൂൺസിന്റെ And ലീഡർ. we saw some baboons having the pink bags, right? So those are the females. They sit in a day for a longer period. So they'll be acting like cushion pads for them. And the one will be grooming the mates by taking the biting insects in the body. So you can see the baboon in the bus also in the front. സുഹൃത്തുക്കളെ, ജിറാഫിന്റെ കൂട്ടുകാരാണ് ഈ മാനെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, വലിയ വന്യജീവികളോ സിംഹമോ പുലിയോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ മറ്റുള്ള മൃഗങ്ങൾക്കും മാനുകൾക്കും ഒക്കെ സിമ്പൽ കൊടുക്കുന്ന ഒരു ജീവികളാണ്. ഇതിന്റെ കൊമ്പ് കണ്ടോ, 3 മീറ്ററാണ് ഇതിന്റെ കൊമ്പുകളുടെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന് നീന്താൻ അറിഞ്ഞുള്ളതാണ് 7 പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നതാണ് സിംബോൺ എന്ന് പറയുന്നത്. സിംബോൺ എന്ന് പറഞ്ഞില്ല, ഇവനാണ് ഈ സിംഹങ്ങളുടെ ലീഡർ. ഇതാണ് മുഫാസ ആൻഡ് സിംബ. ഇതാണ് ലീഡർ. അതിന്റെ താഴെ ലിംബോയും കിടപ്പുണ്ട്. ആഹാ, നമ്മുടെ സിനിമയിൽ മാത്രമേ സിംബയും മുഫാസയൊക്കെ കണ്ടുണ്ട്. ഇപ്പൊ എന്തായാലും രണ്ടുപേരെയും കാണാനും വേണ്ടി പറ്റി. അടുത്തടുത്തായിരിക്കട്ടെ. So talking about the lions, as you see the male lions, they sleep around like 16 to 20 hours in a day. So these are the natural bear of the lions. Why? Because they eat a high number of proteins and they take rest during the day. Big groups, they can give equal fight to the lions. Right? Why they kill around like 300 people in a year? Back in Africa, most of the people they think these are domestic ones. But these buffaloes, they have high number of proteins which are producing dairy products. And even if you try to harm them, they will come take revenge on us after 3 years old. And even they can also run maximum up to 80 kilometers per hour. On the left, now on the left side, you're going to see the baby rhino there. So we have the family together, the baby, the mother and the father. ഫാമിലിയെ കണ്ടോളിയാ, അച്ഛനും അമ്മയും കുഞ്ഞുമാവയും എല്ലാം ഉണ്ട്. കണ്ടോ? So I guess in the front is the father, his name is Leroy, the one has the long pointed ones, right? And we have the mother there on the other side, her name is Stompy. We have the baby, can you see the baby here? His name is Onyx. So you know why they're inside the mud pools? So it's like natural spot for these animals. So whenever they feel hot, they come and pull themselves in the body, in the mud pool areas. Like it will also provide them like natural sunscreen. Like even if there is any backbiting insects, they also remove them. And they rely on the dead bodies, which will provide them a better ecosystem in the wild. Sprava iced. On the right side, can you see the white stock iced? So the national bird of Ukraine, Belarus and Poland. If these spots come and stay in the top of the houses, it means they're bringing good luck. The sign of newborn baby. National so if bird you watch of in the commentary movie of cartoons, there's a bird. ഇതാണ് നൈൽ. കാണല്ലോ കൊക്കറയിൽ കണ്ടോളിയാ, നൈൽ കൊക്കറയിൽ, നൈൽ നദിയിലുള്ള കൊക്കറയിലാണ്. കണ്ടോളിയാ, ഇപ്പഴാണ് അളിയാ കാണുന്നേ നൈൽ കൊക്കറയിൽ. മുതലേന്നൊക്കെ പറയും കേട്ടോ. You see the spotted in every deer, they have the same patterns. And this will also help them to camouflage when there is any predators coming for an attack. And they can also run maximum up to 70 kilometers per hour. Now, on the left side, we're going to see a massive antelope here, the black and white bill having a scimitar and horns. These are called sable antelope, the national animal of Zimbabwe. One of the strongest antelopes in the park, they can fight with predators by defending by their horns. On the left side, can you see there's a full brown one right next to the pillars? The full brown color, right? So these are the sambar deers, one of the largest in the deer families. So what the sambar deer does, and the male sambar deer during the time of breeding, he'll be attracting the females and they're marking a scent in the territories. And they also produce a perfume called musk. In India, Rutu, you say kasturis, right? So those are coming from the sambar deers.
tiger in the car. ടൈഗർ വന്നടിയാ ബസ്സിന്റെ അടുത്ത് ടൈഗർ വന്ന Well, 5 വയസ്സ് ഇപ്പൊ. 5 വയസ്സ് എല്ലാമേ 5 വയസ്സ്. എല്ലാമേ 5 വയസ്സ്. എല്ലാം 5 വയസ്സ്. സുഹൃത്തുക്കളെ നമ്മൾ വൈറ്റ് ടൈഗറിനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. So, they have one tiger that. So the white tiger name is Raju. രാജു Raju. All Indian names. Raju. What time? குழந்தை எல்லாமே 5 வயசு தான். 5 வயசு 25 வயசு இங்க 25 வயசு காட்டுல வந்து 13 வயசு. Can you tell me which animal they are? Wild dogs. Dogs. Talking about the wild dogs here, you can also see in the wild dogs they don't have same patterns in every type, every dog. They're also called as painted dogs also. These are mostly found in the parts of Kenya, Nambia and Zambia. Talking about the wild dogs here, they have a good sense of hearing which is compared to twice as human ears. And when they're going for hunting, they hunt in packs, having 6 to 10 members in the pack family. So these are the properties here again. So talking about the cheetahs, when they go for high chase run, they cannot eat their food instantly. Why? Because they're in high BP. In case if they eat, they will die. So they need to rest around like 30 to 40 minutes. During this time, the lions and hyenas will come and steal their food. Again, when they go for the chase, it might cause some natural deaths. And there is also a threat in the cheetahs. When the female cheetah is about to give birth, there is no male cheetah to protect the territory. So during this time, the lions and hyenas will be waiting for them to steal the baby. So what she does, she might eat at least one baby to get instant recovery. നമ്മൾ ജിറാഫിന് ഫുഡ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വന്നിരുന്ന ഫുഡിന് അടിക്കുകയാണ് പുള്ളിക്കാരൻ. അവർ തൊടാനും വേണ്ടി നമ്മളെ സമ്മതിക്കുന്നില്ല. എന്നാലും ജിറാഫിൽ ഇങ്ങനെ പയ്യെ ആടിപ്പോളി. ഇങ്ങനെ ഉണ്ടല്ലേ ജിറാഫിന് അടുത്ത കൊടുക്കളിയാ അല്ലെ? ജിറാഫ് നോക്കി വെയിറ്റ് ചെയ്യുന്നളിയാ. കൊടുക്കളിയാ അങ്ങോട്ട് അല്ലെ? കൊടുക്കളിയാ അടുത്ത അങ്ങോട്ട് എടുത്ത് കൊടുക്കളിയാ ആ കൊടുക്കളിയാ ബാക്കി മൊത്തം കൊടുക്കളിയാ ആ ഏഷ്യൻ കരടിയാണ് അല്ലേളിയാ? ഇതൊക്കെ നമ്മുടെ കേരള കാട്ടുകളിലൊക്കെ ഉള്ള അതേ കരടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരടിയുടെ ഒരു സൈസ് നമുക്ക് കണ്ടിട്ട് ഒരു വലിയ അല്ലേ, ഒരു ബിഗ് സൈസ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്നുണ്ട് അല്ലേ? 6 ഒരു 10 വയസ്സോളം പ്രായം തോന്നിക്കുന്നുണ്ട് അല്ലേ കണ്ട്. അറിയാം അതിനെ നല്ല ചെവി ശ്രദ്ധിച്ചറിയേ. ആ ഓക്കെ, എന്നാൽ 10 വയസ്സോളം പ്രായമുള്ള കരടിയാണെന്നാണ് അറിയാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടറിയാ? ഒരു ചെറിയ കരടി വാങ്ങിച്ചോണ്ട് പോകുന്നോ? അളിയുടെ ഫുഡ് അടിക്കുന്ന തിരക്കാണ്. പുറകിലായിട്ട് നമ്മളെ മാൻ കൂട്ടങ്ങളെ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? Because they consume their water by the moisture of the plants and grasses. They can also survive in hot weathers up to 47 degrees Celsius. Next, on the left hand side, the small one, this is Spix gazelle. So Spix gazelle are the gazelles which are found in African countries like Egypt, Sudan, Chad, Tunisia. Their speed is 80 km per hour, 80 speed. Next, on the right hand side, the one with the curvy horns, this is Adex. Adex, they change their color. In hot summer, they're white in color. In winter time, they get little dark in color. So in summer time, they're white in color to reflect the sunlight. In winter time, they get little dark in color to absorb the sunlight. Also known as the desert wolf. So other wolves that attack in big group, big pack of 20 or 25, but Arabian wolf they attack in small pair of 3 or 2 or maybe 1. So they are mostly active at night times. They sleep around 18 hours a day. As you can see, these hot wires, they have small electrical shocks. So the wolf, whenever they try to come out, they'll get small shocks, which makes them scared and they run back to their habitat. They are only found in UAE. So the capital of UAE, Abu Dhabi name was derived from this gazelle. So in Arabic, Dhabi means gazelle. Abu means forefather. So Abu Dhabi, forefather of gazelles. Ostrich, they have very strong kick force. A kick of an ostrich can even break a lion's jaw. Their speed is 70 km per hour, 70 speed.
So fun fact about ostrich is that they have very small brain, which is smaller than their eyeball. Now, how to identify between male and female ostrich is that the male ostrich, they have black feathers, and the female ones, they have grayish feathers. കണ്ടോ, ഇവയാണ് ഇതിന്റെ കഴുത്ത്. ഇതാണെങ്കിൽ റോസ് ആയിരിക്കും. ഇതാണ് ഫീമെയിലിന്റെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ അളിയന്റെ സുഹൃത്തുക്കളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സുഹൃത്തിന്റെ പേരെന്താന്ന് അറിയാൻ പോലെയാ? ഡോങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത. കണ്ടോ, അന്നേരം 2 കഴുതകൾ ഇവിടെ നിൽപ്പുണ്ട്, 2 കഴുതകൾ ഇവിടെ നിൽപ്പുണ്ട്. കണ്ടോ അളിയാ അതായിട്ടല്ലേ ഡോങ്കിയെ കാണുന്നേ. ഈ ഡോങ്കി നമുക്ക് ഡാഷ് തരുന്നു. എന്ത് തരുന്നു? പാല് തരുന്നു. ഡോങ്കി പാല് തരുവളിയാ? തരുവളിയാ? നമ്മളെ കേരളത്തിൽ ഒരാൾ ഡോങ്കിയെ വളർത്തി അതിന്റെ പാല് പിഴിഞ്ഞ് പൈസ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കിഡ്സ് പാർക്കിലോട്ട് വന്നിരിക്കുകയായിരുന്നു അല്ലേ അളിയാ? കിഡ്സ് ഫാം അല്ലേ? കിഡ്സ് ഫാമിലോട്ട് എത്തിയിരിക്കുകയാണ്. കിഡ്സ് ഫാമിൽ നമുക്ക് കൊച്ചു ജീവികളായിട്ടുള്ള ഇതെന്തോ അളിയാ ഇതിന്റെ പേര്? റാബിറ്റ് അളിയനാണ് അവിടെ നിൽക്കുന്നത്. കുറേ കുഞ്ഞു റാബിറ്റുകളുണ്ട്. പിന്നെ ചെറിയ അപ്പുറത്തെ ജന്തുജനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ബാ സുഹൃത്തുക്കളെ, വെള്ള എലി, അല്ലാത്ത എലി, അങ്ങനത്തെ ഉള്ള പല സൈസുകൾ എലികളിരുന്ന് ഫുഡ് അടിക്കുകയാണ്. അളിയ എലിയെ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് എലിയെ കാണുന്നത്. അന്നേരം ആദ്യമായിട്ട് എലിയെ കാണുന്ന അളിയനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് കാട്ടുമുയൽ. കണ്ടല്ലേ, ഒരു കാട്ടുമുയൽ ചത്തില്ലായിരുന്നല്ലേ കേട്ടോ, നമ്മളെ കണ്ടു കാട്ടുമുയലുകൾ ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയാണ്. കണ്ടോളിയാ, കാട്ടുമുയലിൻ്റെ വലിപ്പം കണ്ടോ? നമ്മളെ സാധാരണ മുയലിനൊക്കെ വലുതാണ്. അത് ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. പണ്ട് അച്ഛനാണെങ്കിൽ ഒരു കാട്ടുമുയലിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കൊച്ചുനാളി. എന്താണെന്നറിയാം, ഇതാണ് കാട്ടുമുയൽ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ത് കളിയാ? ഗോപു അല്ലി, ആമ. കേട്ടോ, ഒരു കിളി കണ്ടോ? ഒരു കിളി ആമ എടുത്ത് നിൽക്കുന്നുണ്ടോ? ആമയുടെ ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു കുരി അവിടെ നിൽക്കാം. അന്നേരം ഇഷ്ടം പോലെ ഗോപുക്കൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആമകളാണ്. കുറെ ആമകളൊക്കെ ഇവിടുന്ന് ഉറങ്ങുന്നു. വാ സുഹൃത്തുക്കൾ, അന്നേരം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷീപ്പാണ്. ഇതും ഷീപ്പാണ്. രണ്ട് കളറാണെന്നേ ഉള്ളു. 2 സൈസ് ഷീപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഗോട്ടുകളെ കാണാൻ വേണ്ടിയുണ്ട്. ഗോട്ടുകളെ നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നില്ല. ഷീപ്പുകളെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഒരു പോലെയാ സ്റ്റാൻഡാണ്ട് അങ്ങോട്ട് നിൽക്കലേ, നേരത്തെ നിൽക്കട്ടെ. സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് കളിയാ. ഇങ്ങോട്ട് കുറച്ച് അടുത്തോട്ട് കളിയാ. നമ്മൾ അളിയൻ അങ്ങനെ ബേഡ്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അളിയൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കളികളുണ്ടല്ലയാ, ഇപ്പുറത്തും ഉണ്ടല്ലയാ. അടിപൊളി. പേടിച്ചു പോയി കളിയ. ബാബാ. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.